ഈദ് അവധി ദിവസങ്ങൾ വരികയാണ്. നാട്ടിലാണെങ്കിലും ഇലക്ഷന്റെ ചൂട് ഇങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലും പ്രകടമായേക്കാം. അതുകൊണ്ട് തന്നെ സൗദി അതോറിറ്റീസ് ചില മുന്നറിയിപ്പ് ഇപ്പോഴത്തെ ഒരു അനിശ്ചിത സാഹചര്യത്തിൽ നൽകിയിരിക്കുകയാണ് പൊതുജനങ്ങളോട്. മറ്റൊന്നുമല്ല, അനധികൃതമായി ഒത്തുചേരലുകൾ നടത്തുകയാണെങ്കിൽ അതിന് ശിക്ഷാ നടപടികൾ വരെ നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയമായ ഒത്തുചേരലുകളും നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവധി ദിവസങ്ങളിൽ ബാച്ചിലേഴ്സ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ തന്നെ ആളുകൾ മരുഭൂമി പ്രദേശങ്ങളിലേക്കൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ അതും ഈ ഒരു സമയത്ത് ചെയ്യുന്നത് അനിവാര്യമല്ല എന്നാണ് അതോറിറ്റീസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നമ്മുടെ പല മരുഭൂമി പ്രദേശങ്ങളിലും ഡിഫൻസ് ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗ്യാതറിങ്സും അനുവദിക്കില്ല. പെരുന്നാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലാപരിപാടികളും മറ്റും രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം മുൻകൂട്ടി പെർമിറ്റ് എടുത്ത ശേഷം നടക്കുന്നതാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ ലൈസൻസിങ് ഒക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികൾ സംഘടനകളോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളോ ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ലൈസൻസ് എടുത്ത ശേഷം മാത്രം അത് ചെയ്യുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.